മാസ്റ്റർ ക്ലാസ് ആണ്, മാസ്റ്റർ സ്ട്രോക്ക് ആണ്. സാജിദ് യഹിയ തൂക്കി അടിച്ച്. നിങ്ങളറിയാണ്ട് നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഈ പ്രണയം വന്നിങ്ങനെ കൊടുക്കും. കൽബ് കവർന്നെടുക്കുക തന്നെ ചെയ്യും. ആൾക്കാരുടെ ആർട്ടിസ്റ്റുകളുടെ എക്സ്പ്രഷൻ വൈസ് ആണെങ്കിൽ അവർ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഇവരൊക്കെ അഭിനയിച്ചതിൻ്റെ പൊന്നോ, ഇവരൊക്കെ ഫസ്റ്റ് ടൈം തന്നെയാണോ പടത്തിൽ എന്നുള്ളത് ഞാൻ വിചാരിച്ചു. തിയേറ്ററുകളിൽ തന്നെ കാണേണ്ട എക്സ്പീരിയൻസ് ആണ്. എങ്കിലേ ആ സിനിമയുടെ ഒരു സത്ത നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ടൈമുള്ളവർ കയറി കാണാം, തിയേറ്ററിൽ പോകണം കേട്ടോ, സിനിമ കാണണം. ആ എടുത്തോളാം. ഇനി തിരിച്ചു വിളിക്കാം. എടാ ഞാൻ കുറച്ച് വർക്കിലായിരുന്നു. എന്താ വിളിച്ചേ? എടാ ഞാൻ ഇന്നലെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഈ വർക്ക് ഒന്ന് തീർത്തോട്ടെ. ഓക്കേടാ. എന്തിനാടാ ഇങ്ങനെ തള്ളുന്നേ? ചുമ്മാ ഞാൻ എന്തെങ്കിലും പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കൂട്ടുകാർ വിചാരിച്ചോട്ടെ എന്ന് കരുതി. അതെന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? നിനക്കൊരു യൂട്യൂബ് ചാനൽ ഇല്ലയോ? അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. 90K സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാൾ പോലും കയറിയിട്ടില്ല. ഒരു മാസമായിട്ടൊരു 100K സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ നോക്കുക. ഇങ്ങനെ പോയാൽ ഞാൻ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ആദ്യം നീ കോവയ്ക്ക് ഏതാ പാവയ്ക്ക് ഏതാന്ന് തിരിച്ചറിയും, എന്നിട്ട് കൃഷിയിലോട്ട് ഇറങ്ങും. ട്രോളിനൊരു കുറവില്ലല്ലോ എൻ്റെ പൊന്നമ്മേ. ആ KGF-ലെ സലാറിലേക്ക് അമ്മമാരെ കണ്ട് പഠിക്കും. സ്വന്തം മക്കൾ ഒരുത്തന്നെ തലയിൽ പൊളിക്കാൻ പോകാന്ന് പറഞ്ഞാലും എന്നാ എൻകറേജ്മെൻറ്റാ. അങ്ങനെയാണോ അമ്മമാരായ? അയ്യ, അങ്ങനെ സ്വർണം കുഴിച്ചെടുക്കാൻ പോകുന്ന ചെറുക്കനായിരുന്നെങ്കിലേ ഞാൻ എന്നേ മോട്ടിവേറ്റ് ചെയ്ത് തന്നെയായിരുന്നു. ഇതെങ്ങനാ സ്വർണം കുഴിച്ചെടുക്കാൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും പെമ്പിള്ളാരെ കാണുവാണെങ്കിലേ ആ പെമ്പിള്ളാരുടെ പുറവിനങ്ങ് പോകും. നീ കോഴിയല്ല, പ്രാവാണ്, പ്രാവ്. നീ കേട്ടിട്ടില്ലയോ? പ്രാവുകൾ കുറുകുന്നു. നിങ്ങളെ പ്രപഞ്ചത്തിൻ്റെ പോരാളിയല്ല, നീരാളിയാ, നീരാളി. ആയിക്കോട്ടെ, ഞാൻ നിന്നോടൊരു കുക്കിംഗ് ചാനൽ തുടങ്ങി തരാൻ പറഞ്ഞിട്ടേ നീ ചെയ്തു തന്നില്ലല്ലോ, അതിൻ്റെ ആടാ. പിന്നെ വീട്ടുകാർക്ക് മുഴുവൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കാനേ. എൻ്റെ പേര് അഹാന കൃഷ്ണകുമാർ എന്നല്ല. എൻ്റെ യൂട്യൂബ് ചാനൽ 90Kന്ന് 100Kയിലാക്കാൻ ഒരു വഴി പറഞ്ഞതാ. എന്നിട്ട് ആലോചിക്കാം കുക്കിങ്ങും ചിക്കിങ്ങും ഒക്കെ. എടാ അത് സിമ്പിൾ അല്ലേ, ഒരു ഗിവ് അവേ കിട്ടാ പോരെ. ഗിവ് അവേയോ? എടാ iPhone 15 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗിവ് അവേ അങ്ങിട്. ബെസ്റ്റ്. iPhone 15 എന്നൊരു പേപ്പറിൽ എഴുതാനേ പേന മേടിക്കാൻ എൻ്റെ പൈസ ഇല്ല, അറിയാവോ? അക്കാര്യത്തിൽ നീ വിഷമിക്കേണ്ട. എൻ്റെ ഒരു കമ്പനിക്കാരനുണ്ട്, ഐഫോണിൻ്റെ കാര്യങ്ങളെല്ലാം അവൻ സെറ്റ് ചെയ്ത് തരും. ഗീവ് എ വീഡിയോ എടുക്കുമ്പം അവൻ്റെ ലിങ്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിനെന്താ, അതെല്ലാവരും ചെയ്യുന്നില്ലയോ? നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഓക്കെ, സെറ്റ്. ഗിവ് അവേ ഇട്ടു, 24 മണിക്കൂറുമായി, എന്നിട്ട് ഒരു സബ്സ്ക്രൈബർ പോലും കയറുന്നില്ലല്ലോ. ഉള്ള 10 സബ്സ്ക്രൈബർ പോവുകയും ചെയ്തു. ഹലോ എടാ, നീ ഐഫോണൊക്കെ കൊടുത്ത് ഗീവ് ഒക്കെ നടത്താറായ? എടാ അത് ഞാൻ മേടിക്കുന്നൊന്നുമല്ല, അമ്മയുടെ കെയർ ഓഫാ. എന്തായാലും അമ്മയുടെ കുക്കിംഗ് ചാനൽ പൊളിച്ചട്ടാ. കുക്കിംഗ് ചാനലാ? അതിനിടയ്ക്ക് അതും തുടങ്ങിയോ? ഇവിടെ മകന് പ്രസവവേദന, അമ്മയ്ക്ക് വീണവായന. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? നിന്റെ ഗീവേയിൽ നിന്റെ അമ്മയുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ആണല്ലോ കൊടുത്തേക്കണേ. എടാ, നിന്റെ ഗീവേന്റെ വീഡിയോയില് നിന്റെ അമ്മയുടെ കുക്കിംഗ് ചാനലിൽ ലിങ്കാ കൊടുത്തേക്കണേന്ന്. നിന്റെ പകുതി സബ്സ്ക്രൈബേഴ്സ് അവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. അമ്മേ അയ്യോ, യൂട്യൂബിൽ നിന്ന് അങ്ങ് വിളിയോടെ വിളിയാ. സിൽവർ പ്ലേ ബട്ടൺ വേണോ, ഗോൾഡ് പ്ലേ ബട്ടൺ വേണോ എന്നും പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു സ്വർണവും വെള്ളിയും ഒക്കെ എനിക്ക് അലർജിയാ, അതുകൊണ്ട് ഡയമണ്ട് മതിയെന്ന്. ചുമ്മാ വെറുതെ. അമ്മേ ഒരു മിനിറ്റ്. എന്താ? സ്വന്തം ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാനാ എന്നോട് ഗിവ് അവേ ഇടാൻ പറഞ്ഞത് ഇല്ലയോ? തീർച്ചയായും. ഞാനൊരു മണ്ടൻ, ഓർക്കണമായിരുന്നു. അതെ, ആ ഗിവ് അവേ കൊടുക്കാനുള്ള ഫോണിങ് കിട്ടുമായിരിക്കും. നിന്റെ ചാനൽ ഗിവ് അവേ ഇട്ടെങ്കിൽ നീ തന്നെ കൊടുക്കണം. ഞാൻ എവിടെ നിന്ന് എടുത്ത് വെച്ച് കൊടുക്കാൻ? അമ്മയല്ലേ പറഞ്ഞ അമ്മയുടെ കമ്പനിക്കാരനുണ്ട്, അയാൾ വഴി സെറ്റാക്കാന്നൊക്കെ. എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഈ ലോകത്താകെ കമ്പനി ഉള്ളത് നിന്നോട് മാത്രമാ.